അങ്ങനെ ഞങ്ങൾ മൈസൂർ വീഡിയോ പാർട്ട് 5 ഗൈസ്. അപ്പം നമ്മൾ മൈസൂരിൽ നിന്ന് അങ്ങനെ സൂമൊക്കെ ചുറ്റിക്കറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി നമ്മൾ പിന്നെ നമ്മുടെ പാലസൊക്കെ കഴിഞ്ഞ് വേഗം വേഗം പാസ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് തിരിക്കും. ഞങ്ങൾ കുറച്ച് ഊട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നാലേ അങ്ങനെ നമ്മൾ വൃന്ദാവനം എത്തി ഗൈസ്. വൃന്ദാവനം എത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു ഗൈസ്. ഇത് നമ്മളങ്ങനെ കയറി ചെല്ലുന്ന ഒരു സ്ഥലമാണ്. പിന്നെ എന്താണ് ചോദിച്ചാൽ ഇപ്പോൾ ഊട്ടി മൈസൂർ പോയിരുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം മൈസൂരിലേക്ക് വരണം. കാരണം വൈകിട്ടൊക്കെ കുറേ നേരം കാണാനുള്ള അത് ഇവിടെയാണ്. ഇത് നമ്മൾ ആദ്യം ഊട്ടി പോയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് നേരമേ കാണാൻ പറ്റിയുള്ളൂ. കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും ഈ വൈകിട്ടുള്ളത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പറ്റിയൊരു പണി ആർക്കും വരരുത്. ആരെങ്കിലും അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ വൈകുന്നേരം നിൽക്കാനുള്ള ഒരു ഇതിൽ പോയാലേ ഉള്ളൂ അവിടെ കാണാൻ ഭംഗി. അതായത് വൃന്ദാവനത്തിൻ്റെ ഭംഗി കാണണമെങ്കിൽ, ഇവിടുത്തെ ഭംഗി കാണണമെങ്കിൽ ഇവിടെ വൈകിട്ട് തന്നെ നിൽക്കണം. ചെറുതായിട്ട് കുറച്ച് സമയമുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പകൽ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കാണാം. കാണാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വൈകിട്ടാവുമ്പോൾ ഇതൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിട്ടൊക്കെ ആവില്ലേ. അപ്പോൾ നമുക്ക് അത് അങ്ങോട്ട് മിസ് ചെയ്തു. പിന്നെ എന്താ ചോദിച്ചാൽ ഞങ്ങൾ 2 ദിവസമായിട്ട് കുറച്ച് വെയിൽ പോലും മിസ്സായില്ല ഗൈസ്. എല്ലാം ഞങ്ങൾ കൊണ്ട് വെയിലിന് ഞങ്ങൾ ഒത്തിരി പോലും മിസ്സാക്കാതെ കൊണ്ടതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഇരിക്കട്ടെ. ടൂറ് പോയിട്ട് ഊട്ടിയിലടക്കം വെയിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ. നമ്മളെ അവസ്ഥ അതാണല്ലോ. എവിടെ പോയാലും പരാജയം. ഊട്ടിയിലൊക്കെ അല്ലെങ്കിൽ എന്തോരം തണുപ്പുണ്ടാവുന്ന സമയമാവും. എപ്പോഴും സമയം അല്ല എപ്പോഴും തണുപ്പാവില്ലേ. ഗൈസ് വൃന്ദാവനം ഗൈസ്. അപ്പുറത്തേക്ക് കിട്ടൂലേ? ഈ അപ്പുറത്തെ ആള് പോയിക്കുക, എന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കുക. കാണൂല, നമ്മളെ കാണൂല. ഇതിന്റെ കാണുവേ. അല്ലെങ്കിൽ ചെറിയ വീഡിയോ എടുത്താൽ മതി. വീഡിയോ എടുക്കണ്ട, ഞാൻ വീഡിയോ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒന്നും വാങ്ങിത്തല്ല. മുന്നിൽ പട്ടിക്കുട്ടി. ഗൈസ് വൃന്ദാവനത്തിലെ വാട്ടർ പാർക്ക് ഞങ്ങൾ വൈകുന്നേരം നിൽക്കാൻ ഞങ്ങൾക്ക് പുറത്തേക്ക് ഞങ്ങൾക്ക് എന്താ പറയുക 6 മണിന് മുന്നേ മൈസൂർ കഴിയണം. അതുകൊണ്ട് ഞങ്ങൾ വെള്ളം രാത്രി കാണാൻ നിൽക്കുന്നില്ല ഗൈസ്. ഫോണിക്കൊക്കെ ഈ ഫോണിക്കൊക്കെ ഇവിടുന്ന് അല്ലാത്തവിടുന്നേ കൊള്ളായിള്ളത്. കാണണ്ടേ അച്ഛന് വാവ് സൂപ്പർ. അങ്ങോട്ട് പോണ് കാരണം ആട്ടേക്കാ അങ്ങോട്ട് പോണോ? പോയിക്കോളി.
ഊട്ടിന്ന് വാങ്ങാൻ കിട്ടുക. നമ്മൾ രാത്രിത്തെ വ്യൂ മാത്രം കണ്ടാൽ പോരട്ടോ ഗൈസ്, നമ്മൾ പകലും ഇവിടെ നടന്ന് കാണണം. രാത്രി നല്ല ഭംഗി, വെള്ളത്തിൻ്റെ ലൈറ്റ് ഷോ ആണ്, പക്ഷെ നമുക്ക് പകലും നന്നായിട്ട് കാണാണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു 5 മണിയൊക്കെ ടൈമിൽ അവിടെ എത്തണം, എന്നാൽ 2 സമയത്തുള്ളതും കാണണം. അപ്പോൾ അങ്ങനെ കണക്കാക്കിയിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോകണേ. തണുത്ത വെള്ളത്തിൽ കുത്തി അങ്ങനെ മുട്ടൊക്കെ ഇടിച്ചാലും നമ്മൾ വൃന്ദാവനത്തിന്റെ മുകളിലെത്തി ഗൈസ്. ഇനി താഴത്തേക്ക് ആരെങ്കിലും കൊണ്ടുകൊണ്ടേലും ഞാൻ ക്ഷീണിച്ചു ഗൈസ്. അങ്ങോട്ട് നോക്കി ഇവിടുന്ന് ഇങ്ങനെ നോക്കി നിൽക്കണ. നമ്മളെ ഗാന്ധിജി അപ്പൂപ്പം കണ്ടാ അതില് കണ്ടാ 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 അല്ല ഇതൊക്കെ ഫോട്ടോ. അങ്ങനെ നമ്മൾ മേലെത്തി ഗൈസിലെ. എവിടേക്ക്? ലൈറ്റുകൾ കത്തുന്നുണ്ട് ഗൈസ്. വാവ്, ബസ് ഒന്നുമില്ല, അങ്ങനെ ശരിയാണല്ലോ. ഇവിടെ ചൂണോ കറുത്ത വരുന്നുണ്ടാവും. തിന്നെ തിന്നെ ഒക്കെ തിന്നെ. അപ്പോൾ മൈസൂർ വൃന്ദാവനത്തിൻ്റെ പകൽ വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് രാത്രി വ്യൂ കാണണ്ടേ? എൻ്റെ മക്കളെ പൊള്ളിയാണ്. പക്ഷെ ഞാനത് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ്. അപ്പോൾ ചെറുതായിട്ട് അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചാലോ? അങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് പോരുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിൻ്റെ പാർട്ട് 1, 2, 3 ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.